സൗദിയിൽ ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. റിക്രൂട്ട്മെന്റ് ഇനത്തിലോ വിസ ഫീസ് ഇനത്തിലോ തൊഴിലാളികളിൽ നിന്ന് പണം ഈടാക്കിയാൽ തൊഴിലുടമകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. സൗദിയിൽ വീട്ടുവേലക്കാരിൽ നിന്ന് ഒരു തരത്തിലുള്ള ഫീസും ഈടാക്കാൻ പാടില്ലെന്നാണ് തൊഴിലുടമകൾക്കും റിക്രൂട്ടിംഗ് കമ്പനികൾക്കുമുള്ള നിർദ്ദേശം. വീട്ടുവേലക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനോ ഇഖാമ, വർക്ക് പെർമിറ്റ് എന്നിവ ഇഷ്യൂ ചെയ്യുന്നതിനോ പുതുക്കുന്നതിനോ സ്പോൺസർഷിപ്പ് മാറ്റുന്നതിനോ പ്രൊഫഷൻ മാറ്റുന്നതിനോ യാതൊരു ഫീസും ഈടാക്കാൻ പാടില്ലെന്ന് സൗദി മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം അറിയിച്ചു. ഇത് ലംഘിക്കുന്ന തൊഴിലുടമകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. 20,000 റിയാൽ വരെ പിഴ ചുമത്തുന്നതോടൊപ്പം 3 വർഷത്തേക്ക് ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്യുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. തൊഴിലുടമകളും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധം നിർവചിക്കുന്ന പുതിയ മാർഗനിർദ്ദേശം മന്ത്രാലയം പുറത്തിറക്കി. വീട്ടുജോലിക്കാർക്ക് മാന്യമായ ജീവിതവും മെച്ചപ്പെട്ട തൊഴിൽ അന്തരീക്ഷവും ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശങ്ങളിലുണ്ട്. കരാർ പ്രകാരമുള്ള ശമ്പളം കൃത്യസമയത്ത് നൽകണം. കരാറിൽ രേഖപ്പെടുത്തിയത് പ്രകാരം വാരാന്ത്യ വിശ്രമം അനുവദിക്കണം. ദിവസം ചുരുങ്ങിയത് തുടർച്ചയായ 8 മണിക്കൂർ വിശ്രമം അനുവദിക്കണം. തുടർച്ചയായി 2 വർഷം ജോലി ചെയ്താൽ 1 മാസത്തെ അവധിയും ടിക്കറ്റും നൽകണം. തൊഴിലാളികളുടെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകൾ തൊഴിലാളികൾ തന്നെയാണ് സൂക്ഷിക്കേണ്ടതെന്നും നിയമം അനുശാസിക്കുന്നു. വീടുകളിലെ ഹൗസ് ഡ്രൈവർ, പാചകക്കാരൻ, ഹോം നഴ്സ്, ഹോം ഗാർഡ്, പേഴ്സണൽ അസിസ്റ്റന്റ്, കർഷകൻ, ഫിസിക്കൽ തെറാപ്പിസ്റ്റ് തുടങ്ങിയവരൊക്കെ ഗാർഹിക തൊഴിലാളികളുടെ ഗണത്തിൽപ്പെടും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.